ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മസാല കോൺ ചാറ്റാണ്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ മസാല കോൺ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കോൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലീഫ് എല്ലാം റിമൂവ് ചെയ്ത ശേഷം കോൺ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം. സ്വീറ്റ് കോൺ ആണ്. നമ്മുടെ കോണിൻ്റെ സീഡ്സ് ഫുള്ളും ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കോണിന് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. എന്നാൽ ശരി, വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരണുണ്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ ചോളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും ചോളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗറാണ്. നമ്മുടെ ഈ സ്വീറ്റ് കോണിന് കുറച്ചുകൂടി മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു സ്വീറ്റ്നെസ് കൂടി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇനി ഇതൊരു 3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ കോണെല്ലാം നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്തിട്ട് വരും. എന്നാൽ ശരി, ഇതൊരു 3 മിനിറ്റ് നല്ലതുപോലെ ഇരുന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. നല്ല മണം എല്ലാം ഇപ്പം തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഫുള്ളും ഡ്രെയിൻ ചെയ്ത് മാറ്റിയ ശേഷം കോണ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം. ഇതിനി ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് ഇടാം. പിന്നെ ഈ ചൂടോടെ തന്നെ നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യമാണ് സവോള. ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു മീഡിയം സൈസ് സവോളയാണ്, അത് ചേർക്കാം. അത് നമ്മുടെ കോൺ ചൂടോടെ തന്നെ ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ആ ടൈമിൽ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ സവോളയുടെ ചെറിയൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, അത് മാറാനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ കോണിൽ ചേർക്കുന്നതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ്. നമ്മുടെ ഈ മസാല കോൺ ചാറ്റിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചാറ്റ് മസാല. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പ് തികയില്ല. അതിൻ്റെ പേരിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി വേണ്ടത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പകുതി നാരങ്ങ നീര് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്, നാരങ്ങ നീരെല്ലാം മസ്റ്റാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നല്ല എരിവും പുളിയും ആ ഒരു മധുരവും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല സ്വീറ്റ് കോൺ ആണ്. ഒരു തവണയെങ്കിലും കഴിച്ചിട്ടുള്ളവരുടെ ടേസ്റ്റ് ഇത് നാവിൽ തന്നെ നിൽക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.